പക്ഷെ ഇതിങ്ങനെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് എൻ്റെ ഒരു അവസ്ഥ. അതിൽ നിന്ന് അങ്ങനെ എപ്പോഴും കാണാനൊന്നും കിട്ടില്ലല്ലോ, വളരെ റെയർ ആയിട്ട് കാണാൻ കിട്ടുള്ളൂ. ഭയങ്കര ഉഗ്ര വിഷമുള്ള ഒരു ഐറ്റമാണ്. ഞാനിവിടെ വന്നത് സമാധാനമായിട്ട് ഇപ്പം ഈ ബീച്ചിലൊക്കെയാണ് ഒന്ന് എന്താ പറയുക ഫുൾ ഡ്രസ്സില്ലാതെയൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുക. ഹലോ ഗൈസ്, എന്നിവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതല്ല, ഞാൻ ഈ കൈത കണ്ടിട്ടില്ലേ? കൈത നമ്മുടെ പായ കൊട്ടയൊക്കെ നെയ്യുന്ന കൈതയാണിത്. ഇതിന് മുള്ളൊക്കെ ഉള്ളത്, ഇതിന് പൂവുണ്ട്. ആ പൂവ് പറിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പാടൊക്കെ നടക്കുമെന്ന് അറിയില്ല. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് വളർന്ന്. അപ്പൊ ഈ കൈതോല വെച്ചിട്ടാണ് ആ പായൊക്കെ നെയ്യുന്നത്, അറിയില്ലേ? അതായത് ആദ്യം ഇത് എടുക്കും, ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ 3 സൈഡിലാണ് മുള്ളുള്ളത്. ഈ സൈഡിലുണ്ട് തടുക്കുണ്ട്. അപ്പോൾ ഈ മുള്ളൊക്കെ ഇങ്ങനെ കയ്യിൽ എന്താ പനമ്പ് നാര്, ഇതിൻ്റെ ഉണങ്ങിയ നാര് തന്നെയാവുന്നുണ്ട് വെച്ചിട്ടൊക്കെയാണ് പ്രായമായ സ്ത്രീകൾ, എൻ്റെ അമ്മയുടെ നാട്ടിലൊക്കെ അവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ മുള്ളൊക്കെ ഇതാക്കിയിട്ട് ഇതിങ്ങനെ 2 പീസാക്കി എടുത്ത് വെക്കും. എന്നിട്ട് അതിങ്ങനെ ഉണക്കി എടുത്തിട്ടാണ് പുഴുങ്ങി ഉണക്കൊക്കെ തോന്നുന്നു കേട്ടോ. കറക്റ്റ് പ്രോസസ്സ് ഓർമ്മയില്ല. എന്തായാലും കൈതപ്പായ കൊട്ട അതൊക്കെ നെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കാലത്ത് എന്താ പറയുക സ്ത്രീകളുടെ എന്താ പറയുക ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള ഉണ്ടായിരുന്ന സാധനമാണ്. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണി അറിയുന്ന ആളുകളും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ നാടിങ്ങനെ ആലപ്പുഴയൊക്കെ ആയതുകൊണ്ട് പൊതുവേ ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ ഭാഗത്തുള്ള ആളുകളാണ് കൂടുതലും ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത്. വൈക്കം ആ ഭാഗത്തുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ പായ നെയ്യുന്നതും. അവിടെ നിന്നൊക്കെയാണ് ഓരോ പായകൾക്ക് പേര് വരുന്നുണ്ട്, കഥ വൈക്കത്തുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. ഇപ്പോൾ ചില ആൾക്കാരിങ്ങനെ കുഞ്ഞു കുട്ടിയായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് കിടന്ന് കളിക്കാനും നീന്താനും ഒക്കെ തഴപ്പായ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കില്ലേ, തഴപ്പായ കഥപ്പായ, അതൊക്കെ ഈ സംഭവം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ അത് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും അതൊക്കെ ഇവിടെ ഇല്ല. ഇത് ഞാൻ കണ്ടപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ ഈ പൂ കണ്ടോ, കൈതപ്പൂ, അത് വളരെ റെയറായിട്ട് കാണാൻ കിട്ടുന്ന ഒരു സാധനമാണ്. എപ്പോഴും അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഈ പൂവൊക്കെ കിട്ടിയത്. അത് ഒത്തിരി നാളെടുത്തോണ്ട്. സാധാരണ ഇതിൻ്റെ ഇല ഇങ്ങനെ എടുക്കുന്നതോറും അതിനിങ്ങനെ എന്താ പറയുക പൂവുണ്ടാവാനുള്ള ചാൻസ് അത്ര ടൈം എടുക്കണം, നല്ലോണം കിട്ടുക. ഇതിനെന്തായാലും ഇതിൽ മാത്രമേ ആ ഗ്രീൻ കളർ വരുന്നതിൽ മാത്രമേ മുള്ളുള്ളൂ, ബാക്കി അധികം മുള്ളില്ല. ആഹാ, ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, നല്ല അടിപൊളി സ്മെല്ലാണ്. നല്ല മാദക ഗന്ധം എന്നൊക്കെ പറയും. നിങ്ങൾ പാലപ്പൂവൊക്കെ ഇല്ലേ, അതിൻ്റെ സ്മെല്ലൊക്കെ കണ്ടിട്ടില്ലേ, മാദക ഗന്ധം എന്ന് പറയാം. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. ആക്ച്വലി ഇതിന് എന്താ ഇതിങ്ങനെ ഇരിക്കുക, അതിന് നിറച്ച് പൊടിയുണ്ട്. അത് ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ സംഭവം കൊള്ളാം. ഇത് പണ്ട് പൂജയ്ക്ക് എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ സ്റ്റോറിയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഇവിടങ്ങളിൽ ഈ പൂവ് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്മെല്ല് എന്ന് പറയുന്നൊരു മാദക ഗന്ധമായതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ടൊരു നമ്മുടെ എന്താ തൈലമൊക്കെ ഉണ്ടാക്കും. അതായത് നമ്മുടെ അത്തർ പോലെയൊക്കെ ഹോം മെയ്ഡ് ഒക്കെ ഉണ്ടാക്കില്ല, അതേപോലെ ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കാറുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ നിറയെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പൂക്കുന്നത് ഈ പൂവ് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യുന്നതാണ് ഇതിൻ്റെ സ്മെല്ല് അത് കിട്ടാൻ വേണ്ടി അത് നേരെ തൈലമാക്കി എടുക്കുന്ന ഇതുണ്ട്. അങ്ങനെ ഇവിടെ കിട്ടാനുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു അടിപൊളി സാധനം റെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കൈത പൂ മാത്രമല്ല, അത് എനിക്കിവിടെ കൈത ചക്കയും കൂടെ കാണാൻ കിട്ടി. അത് ഈറ്റബിൾ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതാ നോക്കി കഴിഞ്ഞാൽ കാണാം. ഈ കൈതച്ചക്ക എന്ന് ഞാൻ പറഞ്ഞത് ആ കൈതയിലുണ്ടായ കായ കൊണ്ടാണ്. അപ്പം അതിനാണല്ലോ കൈതച്ചക്ക എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ പൈനാപ്പിളിനൊക്കെയാണല്ലോ കൈതച്ചക്ക എന്ന് പറയുന്നത്. അത് ഇവരൊക്കെ ഇങ്ങനെ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാന്ന് തോന്നുന്നുണ്ട്. അച്ഛനനിയന്മാർ മക്കള് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അമ്മമ്മവൻ മക്കൾ മീൻസ് നമ്മുടെ പൈനാപ്പിളിൻ്റെ ചെടി പോലെ തന്നെയാണല്ലോ ഇത് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ ഒരേ ഫാമിലിയിൽപ്പെട്ടതായിരിക്കും. എന്തായാലും ആ കൈതച്ചക്കയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലുണ്ടായ കായ ഏറെക്കുറെ ഉള്ളൊന്നും തോന്നുന്നില്ല ദൂരെ നോക്കുമ്പോൾ. പക്ഷെ ഇതിങ്ങനെ
താഴേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് എൻ്റെ ഒരു അവസ്ഥ. മറ്റേ കൈത ചക്കാന്ന് പറയുമ്പോഴത്തേക്കും ഈ പൂവുണ്ടായ പോലെ നടുക്ക് കറക്റ്റായിട്ടല്ല ഉണ്ടാവുക. ഇത് കാണുമ്പോഴെന്താ ഓർമ്മ എന്നറിയോ, ചില മനുഷ്യന്മാരുണ്ട് നമുക്ക് അങ്ങോട്ടും വലിക്കാൻ പറ്റില്ല ഇങ്ങോട്ടും വലിക്കാൻ പറ്റില്ല. ഈ കൈതമുള്ളു പോലെയാ, അതതിൻ്റെ നേക്കിലെടുക്കണം. ചില മനുഷ്യന്മാർ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ഇതല്ലേ, അവരുടെ കാര്യത്തിൽ അവർ പെർഫെക്റ്റ് ആണ്. പക്ഷെ മറ്റുള്ളവരെ അവർ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കുക, അവർ ആ രീതിയിലൊക്കെ ഉപദ്രവിക്കുന്നതാണ്. ഇപ്പം ഈ ഇവിടെയൊക്കെ നടക്കുമ്പോൾ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഒക്കെ ശരിയാണ്, അതൊക്കെ നമ്മുടെ ബേസിക് സാധനങ്ങളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ കുപ്പിയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഡിസ്പോസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുക എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് ഒരു കവർ കയ്യിൽ വെച്ചിട്ട് കയ്യിൽ തരം ഇതാക്കിയിട്ട് കറക്റ്റായിട്ട് വേസ്റ്റ് ബിന്നിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുവരണം. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല, അവരങ്ങ് പൊടിച്ചിട്ടിട്ട് അങ്ങ് പോകും. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന മനുഷ്യന്മാരുടെ കാലിലൊക്കെ ആയിരിക്കും കൊള്ളുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബീച്ചിൽ നിന്ന് ഇങ്ങനെ വെള്ളം അടിച്ച് കയറി വരുമ്പോഴത്തേക്കും അറിയില്ല, കാലൊക്കെ പോയിട്ട് എന്താ പറയുക ഇങ്ങനെ തറയ്ക്കുമ്പോഴത്തേക്കും കാലിൽ വന്ന് ഇങ്ങനെ ചില്ലൊക്കെ തറയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാച്ചുറലായിട്ടുള്ള നമ്മളെ സാധനങ്ങൾക്കപ്പുറം നമ്മൾ ഈ മനുഷ്യനുണ്ടാക്കുന്ന വിന ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്. പിന്നെ ഈ ചില്ലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കുക എന്നൊക്കെ ഉള്ളത് എന്താ പറയുക, നമ്മളുടെ നേച്ചറിനോട് കുറച്ച് റെസ്പോൺസിബിൾ ആവുക എന്ന് പറയുന്നത്, ആ ഒരു തിങ്കിങ് കൂടെ നമുക്കുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ യാത്രകളിൽ നിന്ന് യാത്രകൾ ചെയ്യുമ്പോഴും നമുക്ക് എടുക്കേണ്ട ഒരു എന്താ പറയുക, നമ്മളായിട്ട് എടുക്കേണ്ട ഒരു പ്രിക്കോഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മെയിനായിട്ട് ഈ പറഞ്ഞാൽ ട്രെയിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ യാത്ര ചെയ്താലും കയ്യിൽ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ നമ്മളെന്തെങ്കിലും കരുതുക. അത് കറക്റ്റായിട്ട് ആ സ്ഥലങ്ങളിൽ തന്നെ ഇട്ട് ഡിസ്പോസ് ചെയ്യുക. അങ്ങനെ എന്താ പറയുക, റെസ്പോൺസിബിൾ ട്രാവലറും കൂടെ ആവും. അപ്പോൾ നമ്മുടെ കടൽ തീരത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ റെയറായിട്ട് എന്താ പറയുക, നമ്മുടെ നാട്ടിലിങ്ങനെ കാണാൻ കിട്ടാതായിക്കൊണ്ടിരിക്കുന്ന കൈത കണ്ടു നമ്മൾ, അതിൻ്റെ പൂ കണ്ടു, അതിൻ്റെ കായ കണ്ടു. പിന്നെ അതുകൂടാതെ നമ്മൾ കടൽ പാമ്പിനെ കണ്ടു. അതിൽ നിന്നും അങ്ങനെ എപ്പോഴും കാണാനൊന്നും കിട്ടില്ലല്ലോ, വളരെ റെയറായിട്ട് കാണാൻ കിട്ടുള്ളൂ. ഭയങ്കര ഉഗ്ര വിഷമുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും രാവിലെ ഒരു സായിപ്പ് അവിടെ നിന്ന് എടുത്ത് അതിനങ്ങോട്ടേക്ക് എറിയുന്നുണ്ടായിരുന്നു, ജീവനുള്ളത്. അപ്പോൾ അതിന് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. ഇനി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴാണ് ദൈവം ഇപ്പം അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിച്ചു തന്നിട്ട്, ഇപ്പോൾ ഈ എന്താ പറയുക കടൽ തീരത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതല്ലല്ലോ എൻ്റെ ആവശ്യം. ഞാനിവിടെ വന്നത് സമാധാനമായിട്ട് ഇപ്പം ഈ ബീച്ചിലൊക്കെയാണ് ഒന്ന് എന്താ പറയുക ഫുൾ ഡ്രസ്സില്ലാതെയൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുക. അപ്പോൾ ആ ഒരു അവസരം ഞാൻ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. ഓഹോ, കുറേ പോണല്ലോ. കടൽ തീര വിശേഷങ്ങളും കുളിവിശേഷങ്ങളും കുളിസീനുകളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് പ്രസ് ചെയ്തിട്ടേക്ക്. എന്തായാലും കടലിൽ മുങ്ങി ചാവാനൊന്നും പോണില്ല, എന്നാലും ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള കിടു വീഡിയോസൊക്കെ ആയിട്ട് വരും. തരാം.